കുങ്ങിണിപ്പൂവ് എന്നുള്ള സസ്യം പ്രാദേശികമായി അരിപ്പൂവ്, കിങ്ങിണിപ്പൂവ്, കൊങ്ങിണിപ്പൂവ് എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം ലാൻഡാന കാമാറ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇത് ഒരു അധിനിവേശ സസ്യമാണ്. ലോകത്ത് എല്ലായിടത്തും മറ്റു സസ്യങ്ങൾക്ക് ഭീഷണിയാകുന്ന ഒരു കളസസ്യമായിട്ടാണ് ഈ കുങ്ങിണിപ്പൂവിനെ കരുതി പോകുന്നത്. 2 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഈ സസ്യം ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക്, ഓറഞ്ച് എന്നീ നിറങ്ങളിൽ പൂക്കളുള്ള ഒരു സസ്യമായിട്ടാണ് വിവിധ തരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. പൂങ്കുലയിലെ അവയുടെ സ്ഥാനവും മൂപ്പും അനുസരിച്ച് ഈ കളർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു പൂങ്കുലയിൽ തന്നെ 2-3 കളർ ചേർന്നിട്ടുള്ള പൂക്കൾ ഉണ്ടായിരിക്കും. 4 ഇതൾ ചേർന്ന ഒരു പൂക്കളുടെ ഒരു കൂട്ടമായിട്ടാണ് ഈ പൂങ്കുല ഉണ്ടായി വരാറുള്ളത്. ഈ ചെടി സമൂലം പൂക്കൾ ഉൾപ്പെടെ രൂക്ഷമായ ഗന്ധമുള്ള ഒരു സസ്യമാണ് ഈ കൊങ്ങിണിപ്പൂവ്. ഈ സസ്യത്തെ ഒരു അപകടകരമായ ഒരു അധിനിവേശ സസ്യമായി കണക്കാക്കാൻ കാരണം ഇതിന്റെ സ്വഭാവം തന്നെയാണ്. ഇതിന്റെ വിത്തുകൾ പക്ഷികൾ വഴി ദൂരേക്ക് പോകുന്നത് കൊണ്ടും കൂടാതെ രൂക്ഷമായ ഗന്ധമുള്ളതും വിഷാംശമുള്ളത് കൊണ്ടും മറ്റു കന്നുകാലികൾ ഭക്ഷിക്കത്തില്ല. കൂടാതെ കീടബാധകളിൽ നിന്നും കീടനാശിനികളിൽ നിന്നും സ്വയം സംരക്ഷിക്കാനുള്ള കഴിവും കാലാവസ്ഥയോട് പെട്ടെന്ന് ഇണങ്ങാനുള്ള ഒരു കഴിവും ഈ സസ്യത്തിന് ഉണ്ട്. ഇതിന്റെ കായകൾ പഴുക്കുമ്പോൾ നല്ല കറുത്ത നിറത്തിലുള്ള പഴങ്ങളാണ്. ഇത് മധുര രുചിയുള്ള ഒരു പഴങ്ങളാണ് ഇതിലുള്ളത്. ഒരു വർഷം ഏകദേശം 12,000 വിത്തുകൾ വരെ ഈ സസ്യത്തിൽ ഉണ്ടാകും. ഇത് പക്ഷികൾ മുഖേന ദൂരത്തേക്ക് പോവുകയും അങ്ങനെ ഈ സസ്യം വീണ്ടും വീണ്ടും കിളിർത്തു വരികയും ചെയ്യും. കന്നുകാലികൾക്കും മറ്റു ആട് അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് ഒരു വിഷമായിട്ടുള്ള ചെടിയായിട്ടാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിലും മനുഷ്യനെ ഇത് ഒരു വിഷമായിട്ട് ഒരു സസ്യമായിട്ട് ഇതുവരെയും കരുതിയിട്ടില്ല. കാരണം ഇത് പഴുത്ത പഴങ്ങൾ നമ്മളെല്ലാം കഴിച്ചിട്ടുള്ള ഒരു പഴമാണ്. ഇത് പച്ചക്കായ്കൾക്ക് വിഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ചെടികളിൽ ഒരു വിഷാംശമുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇത് കാടുകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മഞ്ഞ പിന്നെ പിങ്ക് ചേർന്ന ഒരു ഇനവും കൂടാതെ ഓറഞ്ച് മഞ്ഞ ചേർന്നിട്ടുള്ള ഒരു ഇനവുമാണ് സാധാരണ കാടുകളിൽ കാണപ്പെടുന്ന ഒരു കുങ്ങിണിപ്പൂവ്. പിന്നെ നാടുകളിൽ നമ്മുടെ ഉദ്യാനങ്ങളിലൊക്കെ ഇതിന്റെ പല വെറൈറ്റികളിലുള്ള ഇപ്പോൾ കാണുന്നുണ്ട്. പല കുങ്ങിണിപ്പൂവ് ഇനങ്ങളും ഇപ്പോൾ നമ്മുടെ ഉദ്യാനങ്ങളിൽ വരുന്നുണ്ട്. നഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പൂമ്പാറ്റകളുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ് ഈ നമ്മുടെ കുങ്ങിണിപ്പൂവ്. അവയുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ഇവയുടെ തേൻ. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രധാനമായും ഉപയോഗിക്കുന്നത് കുമിൾനാശിനിയായി ഈ സസ്യത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ നീരിൽ നിന്ന് കുമിൾനാശിനി ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പാരമ്പര്യമായ ചികിത്സയിൽ ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, ചിക്കൻ പോക്സ്, മീസിൽസ്, ആസ്മ, അൾസർ എന്നിവയ്ക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സസ്യമാണ് ഈ കുങ്ങിണിപ്പൂവ്. അപ്പോൾ ഇതാണ് കുങ്ങിണിപ്പൂവ്, അലിപ്പൂവ് എന്നുള്ള സസ്യം. വീണ്ടും ഔഷധസസ്യങ്ങളെയും വൃക്ഷങ്ങളുടെയും വീഡിയോയിലായിട്ട് വരാം. ഓക്കെ, ബായ്.